സുഹൃത്തുക്കളെ, സീനിയർ സഞ്ചാരി തന്റെ സുഹൃത്തുക്കളായ രാജൻ, പ്രസാദ്, അനന്തൻ ചേട്ടൻ, ശന്തനു ചേട്ടൻ എന്നിവർക്കൊപ്പം ഉത്രട്ടാതി വള്ളംകളി കാണുന്നതിന് വേണ്ടി ആറന്മുളയിൽ എത്തിയിരിക്കുകയാണ്. ചെങ്ങന്നൂരിലെ സുഹൃത്ത് അഡ്വക്കേറ്റ് പ്രേംലാലിനൊപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്ത് വള്ളംകളിയുടെ മാസ്മരിക ലഹരിയിലേക്ക് ചൂഴ്ന്നിറങ്ങുകയാണ്. ക്ഷേത്രത്തിന്റെ കവാടത്തിലേക്ക് അടുക്കുന്തോറും വള്ളപ്പാട്ടിന്റെ ഈരടികൾ കാതുകളിലേക്ക് വന്ന് ഇരമ്പിക്കയറിക്കൊണ്ടിരിക്കുന്നു. നടയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇടപ്പാറ മലദേവൻ ദൈവത്തെ വണങ്ങി ഞങ്ങൾ ചവിട്ടുപടികൾ കയറി ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തെ തോണിക്കടവിലേക്ക് ഞങ്ങളങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതാ ഇവിടെ തിരുവോണത്തോണി പാർത്ഥസാരഥി ഭഗവാന്റെ തിരുനടയിൽ അണിഞ്ഞൊരുങ്ങി കിടക്കുന്ന കാഴ്ച. മനോഹരമായ തോണിയുടെ മുൻഭാഗത്ത് അരയന്നത്തിന്റെ ശില്പഭംഗി കാണാം. നടുക്കായി ഇതാ ഒരു വലിയ മണ്ഡപമുണ്ട്. പുറകുവശത്ത് അമരക്കാഴ്ച അതിഗംഭീരം. നെറ്റിപ്പട്ടം ചാർത്തിയ ഗജവീരനെ പോലെ അവനങ്ങനെ കിടക്കുന്ന അതിഗംഭീരമായ കാഴ്ചയാണ്. ആ തിരുവോണത്തോണിയുടെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വള്ളപ്പാട്ടിന്റെ ഈരടികൾ മനസ്സിനെ പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ ഞാനിതാ ആ പാട്ടിനൊപ്പം എന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് വള്ളപ്പാട്ടുമായി ഞാൻ പള്ളിയോടത്തിലാണോ നിൽക്കുന്നതെന്ന് ഒരു നിമിഷം ചിന്തിച്ചുപോയി. ആവേശത്തിന്റെ തിരമാലകൾ അങ്ങനെ ചിറകടിച്ചു പറക്കുകയാണ്. ആറന്മുള ഭഗവാന്റെ തിരുമുറ്റത്ത് കൂടി ഒഴുകുന്ന പമ്പ നദി ഉത്രട്ടാതി വള്ളംകളിയെ വരവേൽക്കുന്നതിന് വേണ്ടി അങ്ങനെ നദി ശാന്തമായി ഒഴുകുന്ന കാഴ്ച. വള്ളങ്ങളെല്ലാം അണിഞ്ഞൊരുങ്ങി ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് ഊഴങ്കാത്തു കിടക്കുകയാണ്. പമ്പ നദിയിലെ കുഞ്ഞോളങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ പള്ളിയോടങ്ങളുടെ ഗംഭീരമായ ജലഘോഷയാത്ര ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. മന്ത്രിമാരായ ബാലഗോപാൽ, റിയാസ്, വീണ ജോർജ്, സജി ചെറിയാൻ, മറ്റു MLA-മാർ തുടങ്ങിയ പ്രമുഖരെല്ലാം ഉദ്ഘാടന സമ്മേളനത്തിൽ എത്തിയിട്ടുണ്ട്. അവർ ചടങ്ങുകളിൽ അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ കാഴ്ച, എവിടെയും വള്ളപ്പാട്ടിന്റെ ഈരടികൾ വിവിധ കണ്ടങ്ങളിൽ നിന്നും അലയടിച്ചുയരുന്ന കാഴ്ച. വഞ്ചിപ്പാട്ടുകൾ പാടി വള്ളങ്ങൾ ജലഘോഷയാത്രയ്ക്ക് വേണ്ടി ഫിനിഷിംഗ് പോയിന്റിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വള്ളങ്ങളും ഫിനിഷിംഗ് പോയിന്റിൽ നിരനിരയായി കിടക്കണമെന്ന്, അണിനിരക്കണമെന്ന് അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട് ഭാരവാഹികൾ. ഘോരഘോരം സ്റ്റേജിൽ നിന്നും മുഴങ്ങുന്ന ശബ്ദകോലാഹലങ്ങൾ, മന്ത്രിമാരുടെ പ്രസംഗങ്ങൾ അങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായി നടക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാലുടനെ വള്ളഘോഷയാത്ര ആരംഭിക്കുന്നതാണ്. അതിനായി വള്ളങ്ങൾ നിരന്നു തുടങ്ങിയ കാഴ്ചകൾ ഇക്കരെ നിന്നാൽ നമുക്ക് കാണാം. പള്ളിയോടങ്ങളുടെ മനോഹരമായ കാഴ്ച കാണുന്നതിന് വേണ്ടി ഈ പൊരുവെയിലത്ത് ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. ബഹുമാന്യനായ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ അവരുടെ സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ ഇരിക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ സർക്കാർ തലത്തിൽ നെടുനീളത്തിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നീണ്ടു കിടക്കുന്ന സിമന്റ് ഇരിപ്പിടങ്ങൾ. പക്ഷേ കനത്ത വെയിലേറ്റ് ചൂടുപിടിച്ചു കിടക്കുന്ന അവിടെ ഇരിക്കുന്നതിന് ആരും തയ്യാറാകുന്നില്ല. ഐസ്ക്രീം കച്ചവടക്കാർ അങ്ങനെ നെടുനീളത്തിൽ തമ്പിടിച്ചിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ. അവർക്ക് ഇതൊരു ചാകര തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ചൂടപ്പം പോലെയാണ് ഐസ്ക്രീമുകൾ വിറ്റുപോകുന്നത്. വള്ളംകളിയുടെ ഉദ്ഘാടന ചടങ്ങ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ സൂചനയായി അതാ അവിടെ വെടിക്കെട്ട് നടക്കുന്ന കാഴ്ച. പമ്പ നദി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പുണ്യനദി. കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ ഏറ്റവും വലിയ നദി. ശബരിമല താണ്ടി വരുന്ന പുണ്യനദിയായി വരുന്ന ദക്ഷിണ ഭാഗീരഥി. പീരുമേട്ടിൽ നിന്ന് ഉത്ഭവിച്ച് റാന്നി, പത്തനംതിട്ട, കോഴഞ്ചേരി, ചെങ്ങന്നൂര്, തിരുവല്ല, ചങ്ങനാശ്ശേരി വഴി കുട്ടനാടിലെത്തിച്ചേർന്ന് കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ താലൂക്കുകളെ ഉമ്മവച്ചൊഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പുണ്യനദി. ആ പുണ്യനദിയുടെ തീരത്ത് ആറന്മുളയിൽ സ്ഥിതി ചെയ്യുന്ന
മഹത്തായ പാർത്ഥസാരഥി ക്ഷേത്രം. 64 തരം കറികൾ കൂട്ടി വള്ളസദ്യ നടക്കുന്ന മനോഹരമായ മഹത്തായ പാരമ്പര്യമുള്ള ക്ഷേത്രം. ശ്രീരാമനും ലക്ഷ്മണനും ശബരി സന്യാസിനിയുടെ ആതിഥ്യം സ്വീകരിച്ച പമ്പാ നദീതടം. കേരളത്തിന്റെ സാംസ്കാരിക ചൈതന്യം വിളിച്ചോതുന്ന ആറന്മുള വള്ളംകളി. കഴിഞ്ഞ ഒരു വർഷമായി പമ്പ നദീ തീരവാസികൾ കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരുന്ന വള്ളംകളി ഇതാ ഇവിടെ തുടങ്ങുന്നതിന് ഏതാനും മിനിറ്റുകൾ മാത്രം. അങ്ങനെ നമ്മളിതാ കാണുന്നത് പമ്പാ നദിയിലെ കുഞ്ഞോളങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജലഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. AB ബാച്ചുകളിലായി 51 കരകളിലെ പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ വള്ളംകളിയിൽ. ഇന്നലെ ചെങ്ങന്നൂരിൽ നടന്ന ഗുരു ചെങ്ങന്നൂർ ട്രോഫിക്ക് വേണ്ടിയുള്ള ചതയം ജലഘോഷയാത്രയിൽ ചതയം ജലോത്സവത്തിൽ അപകടത്തിൽപ്പെട്ട മുതവഴി പള്ളിയോടം ഈ ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നില്ല. വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ ഇന്നലെ നടന്ന വള്ളംകളിയിൽ വള്ളം മറിഞ്ഞ് മരണപ്പെട്ടു. അതാണ് അവർ പങ്കെടുക്കാത്തത്. വിഷ്ണുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ജലോത്സവ യാത്ര ആരംഭിക്കുന്നത് തന്നെ. സത്രക്കടവിൽ നിന്ന് നിക്ഷേപമാലിയിലേക്കാണ് ജലഘോഷയാത്ര നടത്തുന്നത്. ഇതാ ഘോഷയാത്രയിൽ പങ്കെടുക്കുവാനായി പള്ളിയോടങ്ങൾ അങ്ങനെ നിരനിരയായി പമ്പാ നദിയിൽ അണിനിരന്നിരിക്കുകയാണ്. എ ബാച്ച് പള്ളിയോടങ്ങളുടെ മാർച്ച് പാസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഘോഷയാത്ര ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. 9 ഹീർസുകളിലായാണ് ഘോഷയാത്ര നടക്കുന്നത്. 1-ാം ഹീർസിൽ ഇടശ്ശേരിമല, പൂവത്തൂർ പടിഞ്ഞാറ്, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല കിഴക്ക് എന്നീ വള്ളങ്ങൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അതിനു തൊട്ടു പിറകിലായി കുഞ്ഞോളങ്ങളെ താലോലിച്ചുകൊണ്ട് 2-ാം ഹീർസിലെ ളാക, ഇടയാറന്മുള, കാട്ടൂർ, ചിറയിറമ്പ്, പാലക്കര എന്നീ വള്ളങ്ങൾ നീങ്ങിത്തുടങ്ങി. വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ അങ്ങനെ വള്ളങ്ങൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വള്ളത്തിന്റെ നടുക്ക് താളമിട്ടടിച്ച് മുന്നേറുന്ന കാഴ്ച. 3-ാം ഹീർസിലെ ഉമയാറ്റുകര, ഇടയാറന്മുള, തെക്കേമുറി, നെടുമ്പ്രയാർ എന്നീ വള്ളങ്ങൾ തുഴയെറിഞ്ഞു തുടങ്ങിയ കാഴ്ച. ഇതാ കാണികളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഒരേ താളത്തിൽ ഒരേ മേളത്തിൽ തുഴയെറിയുന്ന വള്ളക്കാർ ജലരാജാക്കന്മാരെ പോലെ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച. തൊട്ടുപിറകെ 4-ാം ഹീർസിലെ പോരാളികൾ പണി തുടങ്ങിക്കഴിഞ്ഞു. കീഴുകര, കുന്നന്തോട്ടം, കീഴ്ശേരിമേൽ, കുറിയന്നൂർ എന്നീ ചുണക്കുട്ടികളാണ് അവിടെ മുന്നേറുന്നത്. നെറ്റിപ്പട്ടം കിട്ടിയ കൊമ്പനാനകളെ പോലെ അവർ കുതിച്ചു പാഞ്ഞു തുടങ്ങി. വെള്ളത്തിന്റെ ഒഴുക്കിനെതിരെയാണ് ഇപ്പോൾ വള്ളങ്ങൾ ഘോഷയാത്ര നടത്തുന്നത്. അപ്പോൾ വേഗത നമ്മൾ ഉദ്ദേശിച്ച അത്ര ഉണ്ടായിരിക്കയില്ല. പക്ഷേ മത്സരം തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും വെള്ളത്തിന്റെ ഒഴുക്കിനൊപ്പം ശരം കണക്കെ പള്ളിയോടങ്ങൾ മത്സരിച്ച് കുതിച്ചു വരുന്ന കാഴ്ച കാണികളെ ഹരം കൊള്ളിക്കുമെന്ന് ലവലേശം സംശയമില്ല. 5-ാമത്തെ ഹീറ്റ്സിലെ കോയിപ്പുറം, തെക്കേമുറി തെക്ക്, ഇടപ്പാവൂർ, പേരൂർ, കീഴ്വൻമുറി എന്നീ പള്ളിയോടങ്ങൾ യാത്രക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങളാണെങ്കിൽ ഇവിടെ ഇതാ പള്ളിയോടങ്ങളാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. കൊഴുത്തു തടിച്ച മതയാനകളെ പോലെ വീതിയേറിയ ഉയരമേറിയ അമരഭാഗമാണ് ഈ പള്ളിയോടങ്ങൾക്കുള്ളത്. അവയങ്ങനെ മനോഹരമായി നീങ്ങുന്ന കാഴ്ച ഗംഭീരമെന്ന് പറയാതെ വയ്യ. 6-ാം ഹീറ്റ്സിലെ ചുണക്കുട്ടികൾ ഇതാ തയ്യാറായി കഴിഞ്ഞു. ഐരൂർ, മാരാമൺ, വരയന്നൂർ, നെല്ലിക്കൽ എന്നീ 4 കൊലകൊമ്പന്മാർ കുഞ്ഞോളങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇതാ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു. അതിനു തൊട്ടുപിറകെ 7-ാം ഹീറ്റ്സിലെ മുണ്ടൻകാവ്, മഴുക്കീർ, കോഴഞ്ചേരി, മേലുകര എന്നീ ഓടങ്ങൾ മനോഹര കാഴ്ച സമ്മാനിച്ചുകൊണ്ട് തുഴക്കാർ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ നീങ്ങിത്തുടങ്ങിയിരിക്കുകയാണ്. കാഴ്ചകളുടെ പൊടിപൂരമാണ് ഇവിടെ തിമിർത്താടുകയാണ്. വള്ളംകളിക്ക് വേണ്ടിയുള്ള കമന്റേറ്റർമാരുടെ ഗംഭീര ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ അലയടിച്ചുയരുന്നുണ്ട്. ഇതാ ലക്ഷങ്ങളെ സാക്ഷി നിർത്തി ജലഘോഷയാത്ര അനുസ്യൂതം നീങ്ങിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് എല്ലാവർക്കും കാണുവാൻ സാധിക്കുന്നത്. 8-ാം ഹീറ്റ്സിൽ നമ്മൾ കാണുന്നത് വെൺമല, കദളിമംഗലം, ഇടയാറന്മുള കിഴക്ക്, ചെറുകോൽ, പ്രയാർ എന്നീ ചുണക്കുട്ടന്മാരെയാണ്. ഞങ്ങളും പുറകിലല്ലെന്ന്
ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വള്ളംകളി മത്സരത്തിലെ ട്രോഫി ഞങ്ങൾ കരസ്ഥമാക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കുതിപ്പ് തുടങ്ങിയിരിക്കുന്ന കാഴ്ച. അവസാനമായി ഇതാ 9ാമത്തെ ഹീറ്റ്സിലെ ജലരാജാക്കന്മാർ ഇടനാട്, ഓതറ, കിഴക്കനോതറ, കുന്നേക്കാട് എന്നീ വള്ളങ്ങൾ നീങ്ങിയതോടെ കാണികളിൽ ഒരു ഹർഷാരവം തീർത്ത് ജലഘോഷയാത്ര അങ്ങനെ ഇവിടെ സമാപിക്കുന്ന കാഴ്ച. ഇരുകരകളിലും തിങ്ങി നിറഞ്ഞ പുരുഷാരം ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. ചുട്ടുപൊള്ളുന്ന വെയിൽ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളിതെത്ര കണ്ടിരിക്കുന്നു എന്ന ഭാവം. ചൂടിനെ ചെറുക്കാൻ വേണ്ടി ഐസ്ക്രീമുകൾ നുണഞ്ഞ് വെള്ളം കുടിച്ച് ദാഹമകറ്റി നിൽക്കുന്ന ജനങ്ങൾ അങ്ങനെ തമ്പടിച്ചു ഇവിടെ നിൽക്കുകയാണ്. സത്രക്കടവിൽ നിന്നും നിക്ഷേപക്കടവിലേക്ക് പോയിരിക്കുന്ന പള്ളിയോടങ്ങൾ ആർത്തട്ടഹസിച്ചുകൊണ്ട് മത്സരത്തിൽ പങ്കെടുത്തു വരുന്ന കാഴ്ച കാണുവാനാണ് ജനങ്ങൾ കണ്ണിലെണ്ണയൊഴിച്ച് ഇവിടെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ജലഘോഷയാത്രയ്ക്ക് എല്ലാ ആശീർവാദങ്ങളും മനസ്സാ അർപ്പിച്ചുകൊണ്ട് സീനിയർ സഞ്ചാരിയും തൻ്റെ സുഹൃത്തുക്കളും തൽക്കാലത്തേക്ക് ദാഹമകറ്റുന്നതിനും വിശ്രമിക്കുന്നതിനും വേണ്ടി ഇവിടെ നിന്നും തൊട്ടപ്പുറത്തേക്ക് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.